ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 18ാം ദിവസത്തിലേക്ക് കടക്കുകയാണിന്ന്. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൌത്യം നടക്കുന്നത്. ചാലിയാറിന്റെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം രക്ഷാദൌത്യം ഇന്ന് ഭാഗികമായി അവസാനിപ്പിക്കും. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 18ാം ദിവസമായ ഇന്നും ചാലിയാർ പുഴയുടെ ഇരുകരകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നടക്കുകയെന്നാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും NDRFും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും മുണ്ടരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിലൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മൃതദേഹ ഭാഗങ്ങൾ ഒഴുകി ഈ ചാലിയാർ പുഴയുടെ കരകളിലേക്ക് എത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇരു കരകളും അടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. അതോടൊപ്പം തെരച്ചിലിന്റെ ഒരു ഘട്ടം ഇന്ന് പൂർത്തിയാകുകയാണ്. റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, വൈദഗ്ധ്യം നേടിയ ആളുകളെ മാത്രമേ ഇപ്പോൾ തെരച്ചിലിന് ഉപയോഗിക്കാൻ കഴിയുകയുമുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടക്കി ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ 196 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെയും തെരച്ചിലിന് വേണ്ടി വിന്യസിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരെ മാത്രമേ ഈ അതീവ ദുഷ്കരമായ മേഖലകളിൽ തെരച്ചിലിന് കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്ന പശ്ചാത്തലത്തിലാണ് സേനാ വിഭാഗങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിൽ, അതായത് ഈ മാസം തന്നെ പുനരധിവാസം മുഴുവൻ ആളുകൾക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 253-ലധികം വാടക വീടുകൾ സർക്കാരിന്റെ തന്നെ മേൽനോട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 100 സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ 100ഓളം അധിക വാടക വീടുകൾ മറ്റ് സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ഉള്ളത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തം, സമാനതകളില്ലാത്ത ഒരു രക്ഷാദൌത്യം, ആ രക്ഷാദൌത്യത്തിന്റെ ആദ്യഘട്ടമാണ് ഈ തെരച്ചിൽ 18ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് പൂർത്തിയാകാൻ പോകുന്നത്. ടാൻഗുരിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA ഫലം പൂർണ്ണമായി പുറത്തുവരുന്നതോടെ കാണാതായവരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്ന് IG K സേതുരാമൻ. ചാലിയാറിന്റെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തതിലേറെയും മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളായിരുന്നു. കാണാതായ ഒഡീഷ സ്വദേശി ഡോക്ടർ സ്വാതിൻ പാണ്ഡെയുടെയും വിശദാംശങ്ങളും DNA ഫലം പുറത്തുവരുന്നതോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും IG ന്യൂസ് 18നോട് പറഞ്ഞു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 118 പേർക്ക് വേണ്ടി പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടാണ് 2 ആഴ്ചയ്ക്കിപ്പുറവും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഇരു കരകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ദുഷ്കരമായ ശ്രമങ്ങൾക്കിടയിൽ ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന IG സേതുരാമൻ നമ്മളോടൊപ്പം ചേരുന്നു. സർ, വലിയൊരു സാഹസികമായ ദൌത്യമാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇനി എത്ര ദിവസം ഇങ്ങനെ ഈ തെരച്ചിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതപ്പെടുന്നത്? അത് നിങ്ങൾ തന്നെ പറയുന്നത് 118 കിട്ടാമെന്ന്. മിസ്സിംഗ് കേസസ് 116. അപ്പോൾ 116 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 52 നമ്മൾ അൺഐഡന്റിഫൈഡ് ബോഡീസ് ഉണ്ട്. അതിന്റെ ജനറ്റിക് പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്നത് പിന്നെയും കുറയും. അതായത് ഇതിനോടകം സംസ്കരിച്ച അജ്ഞാത മൃതദേഹങ്ങളിൽ ചിലത് ഈ കാണാതായവരുടേതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അങ്ങനെയല്ലേ? അല്ല, അതായത് അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡീസ് ഉണ്ട്. തിരിച്ചറിയാൻ സാധിക്കാത്ത ബോഡികൾ, മൃതശരീരങ്ങളുണ്ട്. ആ ബോഡികളിൽ നമ്മൾ DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പറയുന്ന 52 ബോഡികളിലും പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള 116 ഉൾപ്പെടുന്നു. അതുകൂടാതെ നിങ്ങൾ പറയുന്ന 201 ബോഡി പാർട്സ് ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ ഈ 60 ബാക്കിയുള്ള ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാനായിട്ടാണ് DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് റിസൾട്ട് വന്ന മുറയ്ക്ക് നമുക്ക് കറക്റ്റായിട്ട് എത്ര പേര് ഇനി കാണാതെ പറയാൻ പറ്റും. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബീഹാർ സ്വദേശികളായ 3 പേരും അതോടൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ ഒഡീഷയിൽ നിന്നുള്ള, അവരെ സംബന്ധിച്ച് ഏതെങ്കിലും സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? അവരുടെ കമ്പാരിസൺ, അവരുടെ സാമ്പിൾസ് എടുത്തിട്ട് അവരുടെ ക്ലോസ് ബ്ലഡ് റിലേറ്റീവ്സിന് എടുത്തിട്ട് വേണം നമ്മൾ പരിശോധിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇതുവരെ കിട്ടാനുണ്ട്. 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ സാമ്പിൾസാണ്.
സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കമ്പയർ സാധിക്കും. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഈ തെരച്ചിൽ ഇനി അങ്ങോട്ട് തുടരും? തെരച്ചിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്നലെ രാവിലെ കിട്ടിയത് അനിമലിന്റെ ആയിരുന്നു, ഇന്നലെ കിട്ടിയത് അനിമലായിരുന്നു, പിന്നെ കാട്ടിൽ നിന്ന് കിട്ടിയത് അനിമൽസിന്റെ ആയിരുന്നു. അപ്പോൾ മിക്കത് എനിക്ക് തോന്നുന്നത് പൂർത്തിയായിട്ടുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതായത് ആളുകളെ ഓൾമോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കിട്ടുന്ന ബോഡികളൊക്കെ മൃഗങ്ങളുടെ ബോഡി പാർട്സാണ് കിട്ടുന്നത്. കാരണം അത് നമ്മൾ പരമാവധി സെലക്ഷൻ എടുക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഇടത്തുള്ള ഇരയാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനായിട്ടും നാട്ടുകാരുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ തെരച്ചിൽ മുന്നോട്ട് പോകും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇതിന്റെ ഈ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഭൂമിശാസ്ത്രമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഈ വെള്ളം ഒഴിഞ്ഞു പോയി വെള്ളം ഡ്രെയിനേജ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പൊങ്ങാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് പാർട്സുകളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഏതായാലും നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ നന്ദി താങ്കളുടെ പ്രതികരണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. ഹർജിയിലെ പരിഗണനാ വിഷയങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദീകരണം നൽകും. വയനാട് ദുരന്തം സംബന്ധിച്ച് സർവേ ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് നൽകിയേക്കും. ദുരന്തത്തെയും പരിസ്ഥിതി വിഷയങ്ങളെയും സംബന്ധിച്ച് അമിക്കസ് ക്യൂറിയും നിലപാട് അറിയിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്.